സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തെക്ക് കിഴക്കൻ ഉത്തർപ്രദേശിന് മുകളിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നത്. പാലക്കാട് പോത്തുണ്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാമിലെ ജലനിരപ്പ് ഓറഞ്ച് അലർട്ട് ലെവലായ 107.21 മീറ്ററിന് മുകളിലാണ്. പറമ്പിക്കുളം അണക്കെട്ടിൽ രണ്ടാമത്തെ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള പുതിയ മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഏതൊക്കെ ജില്ലകളിലാണ് റെഡ് അലർട്ടും അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ടും ഉള്ളത്? ദിവ്യ, സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഇതിന് കാരണം വടക്ക് പടിഞ്ഞാറൻ മധ്യപ്രദേശിലും തെക്ക് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ തെക്ക് തീര ആന്ധ്രാപ്രദേശിന് മുകളിലായി ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. മറ്റൊരു ചക്രവാത ചുഴി മധ്യ മഹാരാഷ്ട്രയ്ക്ക് മുകളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ സ്വാധീന ഫലമായിട്ടാണ് വരുന്ന 20 വരെ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ശക്തമായ മഴയ്ക്കൊപ്പം 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. കൂടാതെ തന്നെ കൊല്ലം, അതുപോലെ തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റും കടലാക്രമണവും ഒക്കെ ഉള്ള സ്ഥിതിക്ക് മലയോര മേഖലയിലും അതുപോലെ തന്നെ തീരദേശ മേഖലയിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ നൽകുന്നത്. കൂടാതെ തന്നെ കേരള തീരത്ത് 21 വരെ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിവ്യ, ജനങ്ങൾ ജാഗ്രത പാലിക്കണം. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് അതിതീവ്ര